കണ്ടുപിടിച്ചാലും. അപ്പോൾ ഹനുമാൻ ബ്രാഹ്മണന്റെ വേഷം ധരിച്ചിട്ട് രാമന്റെ ലക്ഷ്മണന്റെ അടുത്ത് പോയി. അപ്പോൾ ഹനുമാൻ ചോദിച്ചു, സൂര്യനും ചന്ദ്രനും പോലെ തിളങ്ങുന്ന മുഖമുള്ള ആരാണ് നിങ്ങൾ? എങ്കിലും കുമാരന്മാർ ബ്രാഹ്മണ വേഷം ധരിച്ച് വന്നതാണോ എന്ന് ഹനുമാൻ ചോദിച്ചു. രാമൻ പറഞ്ഞു, എൻ്റെ പേര് രാമൻ എന്നാണ്. ഇത് നമ്മുടെ സഹോദരൻ ലക്ഷ്മണനാണ്. ഞങ്ങൾ അയോധ്യയിലെ രാജാവായ ദശരഥന്റെ പുത്രന്മാരാണ്. നമ്മുടെ പത്നിയുടെ പേര് സീത എന്നാണ്. അവളെ രാക്ഷസന്മാരുടെ രാജാവായ രാവണൻ തട്ടിക്കൊണ്ടുപോയി. അവളെ തേടി ഞങ്ങൾ ഇവിടെ എത്തി. അപ്പോൾ ഹനുമാൻ സന്തോഷത്തോടെ പറഞ്ഞു, സുഗ്രീവൻ ഇവിടെ വസിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ 4 മന്ത്രിമാരും സഹോദരനായ ബാലി സുഗ്രീവന്റെ പത്നിയെ വിവാഹം ചെയ്തു. സുഗ്രീവനെ രാജ്യത്തിൽ നിന്നും പുറത്താക്കി. ജീവൻ രക്ഷിക്കാൻ വേണ്ടി സുഗ്രീവൻ ഓടി ഋഷമൂകാചലത്തിൽ വന്നു. ബാലിക്ക് ഋഷമൂകാചലത്തിൽ കയറാൻ പറ്റില്ല. അപ്പോൾ സുഗ്രീവന്റെ കൂടെ സഖ്യം ചെയ്ത അങ്ങ് ബാലിയെ നിഗ്രഹിക്കാൻ സഹായിക്കണമേ ഭഗവാനെ. അങ്ങയുടെ ശത്രുവായ രാവണനെ വധിക്കാൻ സുഗ്രീവൻ സഹായിക്കുന്നതാണ്. നമ്മെ സഹായിച്ചാലും ഭഗവാനെ, അങ്ങ് നമ്മുടെ ഞാൻ സുഗ്രീവന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. നമ്മുടെ തോളത്ത് കയറിയിരുന്നാൽ ഈ കഥയിലത്തെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ കുറേ ദുഃഖമുണ്ടാവും. അപ്പോൾ അതിന് എത്ര സമയം നമ്മൾ കാത്തിരുന്നാലും ആരെങ്കിലും നമ്മളെ വന്ന് സഹായിക്കും. പിന്നെ അവരുടെ ഹെൽപ്പ് കൊണ്ട്